today to be present amidst us and bless us with her presence. I am happy to welcome you, Mother, to be here. And I am also happy to welcome Sister Belinda for her presence and members, non-teaching staff, alumni, PTA members, and all our dear friends and all our dear students. And as we begin this rally, teachers, ഇന്ന് ഈ ആഘോഷത്തിന് തുടക്കത്തിന് എത്തിയിരിക്കുന്ന സാക്ഷികളായി എത്തിയിരിക്കുന്ന മാതാപിതാക്കളുടെ ബന്ധുക്കളെ, നല്ലവരായ സഹപ്രവർത്തകരെ, ഇതൊരു അത്ഭുതമാണ്. നമ്മുടെ ഈ പട്ടണത്തിൽ, കൊല്ലം പട്ടണത്തില് 150 വർഷം തികയുന്ന ആഘോഷിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം, പ്രസിദ്ധമായ വിദ്യാലയം ഇന്നും സജീവമായി നിലനിൽക്കുന്നു എന്നത്. ഇവിടെ സ്കൂളിന്റെ ഫോട്ടോയായിട്ട് ഒരു 100-ാം വർഷം ഇവിടെ ആഘോഷിച്ചപ്പോൾ Mother Louise അന്നത്തെ മതജനങ്ങളെ പ്രശംസയിലേക്ക് എത്തുന്നത്. The motto of the school, in his presence we stand and serve. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 150 വർഷമായി സെന്റ് ജോസഫ് സ്കൂൾ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അഭിമാനത്തോടുകൂടി മഹത്വപൂർണമായി ഈ പട്ടണത്തെ നോക്കിക്കൊണ്ട് ഈ സ്കൂൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ പട്ടണത്തെ ഈ സ്കൂൾ ശുശ്രൂഷിക്കുകയാണ്. 150 വർഷമാകുമ്പോൾ എത്രയധികം ആയിരക്കണക്കിന്, 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, സ്ത്രീ ശാക്തീകരണം, ആ വിദ്യാർത്ഥികളുടെ രൂപകരണത്തിലൂടെ ഈ പട്ടണത്തിന് പകരം നൽകിയ ആ വലിയ ശക്തി, ആ ശക്തിയുടെ ബലത്തിലാണ് 150-ാം വർഷവും ഈ സ്കൂൾ, സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ എണീറ്റ് നിൽക്കുകയാണ്. സ്റ്റാൻഡ് ആൻഡ് സെർവ്, കണ്ടിന്യൂസ് ടു സെർവ്. ആ വലിയ സന്തോഷത്തിന്റെ വലിയ ആനന്ദമാണ് നമ്മൾ കുറിക്കുന്നത്. വിദ്യാർത്ഥികളെ, ഞാനൊന്ന് നോക്കിയോ എറണാകുളത്ത് എപ്പോഴാണ് ഈ സെന്റ് തെരേസ സ്കൂൾ ആരംഭിച്ചതെന്ന്. നമ്മുടെ സ്കൂളിന് ശേഷം 1886-ലൊക്കെയാണ് സെന്റ് തെരേസ സ്കൂൾ വരുന്നത്. എറണാകുളത്തും ഇവൻ ഹോളി ഏഞ്ചൽസോ ഓൾ സെയിൻസ് കോളേജോ ഒക്കെ വരുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് 1875-ൽ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായി. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും നിശ്ചലമായി നിൽക്കാതെ ഈ പട്ടണത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാനാജാതി മതസ്ഥരായ രക്ഷിതാക്കളുടെ, ഇവിടെയുള്ള പൗരന്മാരുടെ മക്കൾ ഈ സ്കൂളിൽ വന്ന് ഇവിടെ അവർ തങ്ങളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുകയാണ്. സെന്റ് ജോസഫ് സ്കൂളിന് മാത്രം അർഹിക്കുന്ന ഒരു വലിയൊരു മഹത്വമാണ്. ഇവിടെ നിന്നും ഇത്രയും മാത്രം 150 വർഷത്തോളം നീളുന്ന ആ വലിയ തപസ്യ, ആ വലിയ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ കാരണമായിരിക്കുന്നവരുടെ പിന്തുടർച്ചക്കാർ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അതാ, ഇൻ ഹിസ് പ്രസൻസ്
ദൈവത്തിന്റെ നാമത്തിലാണ് ഇവിടെ ആരംഭിച്ചത്. ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആ സിസ്റ്റേഴ്സാണ് ഈ സ്കൂളിനെ നയിക്കുന്നത്. അവരുടെ ആ പ്രാർത്ഥനാപൂർവമായ ജീവിതവും ദൈവത്തിന് മുമ്പിലുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയെ നിലനിർത്തിയ ഈ സംരക്ഷണമൊക്കെ തന്നെയാണ് ഇന്നും ഇവിടെ സ്കൂൾ ഐശ്വര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കൊല്ലം ജനതയോട് പറയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി കർമ്മലിക്ക സന്യാസിനിമാർ ഇവിടെ ആരംഭിച്ച ഈ സ്കൂൾ ഈ കൊല്ലത്തിൽ കത്തോലിക്ക സ്കൂളുകളുടെ മുത്തശ്ശി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സ്കൂളാണ് ഇതെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ പ്രിയമുള്ളവരെ. പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ള ടീച്ചേഴ്സ്, ഈ സ്കൂൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ആരംഭത്തില് 1800 ഏറ്റവും വലിയ അടയാളമായി കർമ്മലിക്ക സന്യാസിനിമാർ ഇവിടെ ആരംഭിച്ച ഈ സ്കൂൾ ഈ കൊല്ലത്തിൽ കത്തോലിക്ക സ്കൂളുകളുടെ മുത്തശ്ശി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സ്കൂളാണ് ഇതെന്ന് പറയുന്നതിന് നമുക്ക് അഭിമാനം കൊള്ളാൻ പ്രിയമുള്ളവരെ. പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ള ടീച്ചേഴ്സ്, ഈ സ്കൂൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ആരംഭത്തില് 1875, 1860, 1880. അപ്പോൾ ആ സമയത്താണ് കൊല്ലം, വരാപ്പുഴ, എറണാകുളം ആ മേഖലയില് സന്യസ്തരായ മിഷണറിമാർ 1880. അപ്പോൾ ആ സമയത്താണ് കൊല്ലം, വരാപ്പുഴ, എറണാകുളം ആ മേഖലയില് സന്യസ്തരായ മിഷണറിമാർ ആരംഭിച്ച ഈ സ്കൂൾ. ആ സമയത്ത് 19ാം നൂറ്റാണ്ട് ഏതാണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇംഗ്ലണ്ടിന്റെ ഭരണത്തിന് കീഴിലാണ് നമ്മളിവിടെ. അപ്പോൾ കൂടുതലായിട്ട് പ്രൊട്ടസ്റ്റന്റ് വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇംഗ്ലീഷ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. അതിന്റെ കീഴില് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അവരാണ് ആരംഭിച്ചത്. പക്ഷേ അതിന് സമാനമായ രീതിയിലാണ് കത്തോലിക്കരായ സന്യസ്തർ മിഷണറിമാർ ദൈവസ്നേഹവും കത്തോലിക്ക വിശ്വാസം, കാത്തലിക് ഫെയ്ത്ത് ആൻഡ് ദ മോറൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു കാത്തലിക് ഫെയ്ത്ത്, അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് അന്ന് നമ്മുടെ 19ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ജാതി വ്യവസ്ഥ കൊടുകുത്തി നിന്ന സമയമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. മഹാനായ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, കേരളം ഭ്രാന്താലയമാണ്. സ്ത്രീകൾക്ക് വിദ്യാലയങ്ങൾ ഇല്ലായിരുന്ന കാലഘട്ടം. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ സ്ത്രീകൾക്കും പൊതുവിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ അവരെ ശക്തരാക്കണം. സ്ത്രീകൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതിന് ആരംഭം കുറിക്കണം. അന്ന് എറണാകുളത്ത് വരാപ്പുഴയിൽ മെത്രാനുണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ചു പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങളും. പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങളും. പള്ളി മാത്രം പോരാ, പള്ളിയിലെ പ്രാർത്ഥന മാത്രം പോരാ. ഈ സമൂഹത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ ജാതി വ്യവസ്ഥ കൊടുകൊണ്ട് നിന്നിരുന്ന നമ്മുടെ സമൂഹത്തില് ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം, നവസംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആ എല്ലാ ധാരകളും നമ്മുടെ നാട്ടിലേക്ക് വരണം. അത് പകർന്നു കൊടുക്കുന്ന നല്ല ഗുരുകുലങ്ങൾ ഉണ്ടാകണം, ആത്മീയമായ ഇടങ്ങൾ ഉണ്ടാകണം. ആ ആത്മീയ ഇടങ്ങളിലാണ് പുതിയ സംസ്കാരത്തിന്റെ നവകേരള സംസ്കാരത്തിന്റെ നാട് കുറിക്കേണ്ടതെന്ന് ആ മെത്രാപ്പോലീത്ത ദക്ഷിണല്ലി എന്ന ആർച്ച് ബിഷപ്പ് ദക്ഷിണല്ലി അത് അവകാശപ്പെടുകയും അദ്ദേഹത്തിന്റെ പള്ളികളുടെ എല്ലാ പള്ളികളിലും ഒരുമിച്ച് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് കൊല്ലത്തും ഈ തുയ്യൻ ദേവാലയം, ഇത് കൊല്ലം രൂപതയുടെ പ്രധാനപ്പെട്ട ദേവാലയമാണ്, കത്തീഡ്രൽ ദേവാലയമാണ്. 19ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലും പ്രധാനപ്പെട്ട ദേവാലയം തുയ്യം. ഇവിടെയാണ് ബിഷപ്പ്മാര് താമസിച്ചിരുന്നത്. അപ്പോൾ ആ പള്ളിയോടൊപ്പം പള്ളിക്കൂടമുണ്ടാകണം. ബിഷപ്സ് ഹൗസ് ഇവിടെ നിന്ന് മാറി ശാന്തമായ ഒരിക്കൽ തങ്കശ്ശേരിയിലേക്ക് മാറണം എന്നുള്ള ആ വലിയ തീരുമാനമെടുക്കുകയും ഇത് ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും, എല്ലാ
വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കൾക്കും ഇവിടെ വന്ന് പഠിക്കുവാൻ ഉതകുന്ന രീതിയിൽ ഇവിടെ സ്ത്രീകൾക്കായി പെൺകുട്ടികൾക്കായിട്ട് വിദ്യാലയം ആരംഭിക്കണമെന്ന് അന്നത്തെ ബിഷപ്പും ശിശിയാർ കമ്മിലിത്ത സന്യാസി സമൂഹവും അതിന്റെ മേലധികാരികളും തീരുമാനിച്ചതും അങ്ങനെ ഇവിടെ ഈ സ്കൂൾ ആരംഭിക്കുകയാണ്. അതുപോലെ അറിയാതെ നിന്നൊരു സ്കൂൾ ഇല്ല. ഇന്നത് ചെറിയ രീതിയിൽ തുടങ്ങിയത് ഇത് ബൃഹത്തായ ആധുനിക വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന എല്ലാ രീതിയിലും ഹയർ സെക്കൻഡറി, അത് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികള് സുരക്ഷിതമായി പഠിക്കുന്ന മാതാപിതാക്കൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ പെൺമക്കളെ ഇവിടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായി അവർ മടങ്ങി വരും. അവർക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ, ഭൗതിക, ശാസ്ത്രീയ ബുദ്ധി ഉൾവലിച്ച് നൽകുവാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് കഴിയും എന്ന് കൊല്ലം നഗരം ഏറ്റെടുത്ത സത്യമാണ്. കൊല്ലത്തിലെ പൗരാവലി ഏറ്റെടുത്ത സത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. സെന്റ് ജോസഫ് സ്കൂൾ സ്റ്റാൻഡ് ഇൻ ഹിസ് പ്രസൻസ് ടു സെർവ് ഹിം. ദൈവത്തെയാണ്, രാജ്യത്തെയാണ് ഈ സ്കൂള് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപികമാരെ, ഇവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ്, നിങ്ങളാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കൂടെ നിങ്ങളുടെ ആത്മാർത്ഥമായ നിങ്ങളുടെ സേവനം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് ഇത് ജീവനുള്ളതായി എല്ലാ രീതിയിലും. എന്റെ ബാല്യകാലം മുതൽ തന്നെ കാണുന്ന പത്രങ്ങളിൽ വരുന്ന വാർത്തകള് ഇവിടുത്തെ വിദ്യാർത്ഥികള് മികച്ച അക്കാഡമിക് 10ാം ക്ലാസ്സിലെ മികച്ച വിജയം കരസ്ഥമാക്കുന്നു. ജില്ലാ കായിക കലോത്സവങ്ങളിൽ നിങ്ങളുടെ ഇവിടെയുള്ള കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഫോട്ടോസ് ആണ് പത്രങ്ങളിൽ വരുന്നത്. ഒപ്പം അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സ്കൂളുകളുടെ ഫോട്ടോസ് വരുമെങ്കിലും സെന്റ് ജോസഫ് സ്കൂൾ, മൗണ്ട് കാർമൽ സ്കൂൾ, വിമലപദയം സ്കൂൾ, ഇതെല്ലാം ടൗണിന്റെ ഏറ്റവും വലിയ പെരുമയോടുകൂടി അഭിമാനത്തോടുകൂടി നിൽക്കുന്ന സ്കൂളുകൾ ഒന്നാണ്. അവർക്കെല്ലാം ഈ സ്കൂളുകൾക്ക് എല്ലാം മുതിർന്ന സ്കൂള്, അത് ആ സ്കൂളുകളൊക്കെ വരുന്നതിന് മുൻപ് ഇവിടെ സ്ഥാപിതമായ കലാലയം ഇത് നിലനിർത്തുന്ന ഹിസ് പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവത്തിന്റെ ആ വലിയ വിശ്വാസത്തെ അടിയൊളിച്ചുകൊണ്ട് ഈ കലാലയം തുടർന്ന് ഇനി 200ാം വർഷം ആഘോഷിക്കുമ്പോഴും 250ാം വർഷം ആഘോഷിക്കുമ്പോഴും നമുക്കറിയില്ല, നമ്മളുടെ വിദ്യാർത്ഥികൾ പലരുണ്ടാകാം. മദർ മേരി ഫ്രാൻസിസ്, I asked her when we were present when there was centenary celebration here, because she had been serving our school, All Saints College School, and more than 50 years, I suppose, and all the possibility that you had been here. അപ്പോൾ ആ ചരിത്ര കണ്ണികള് മദർ മേരി ഫ്രാൻസിസ്, മദർ എൽമ, ഇവരുടെയൊക്കെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ സാന്നിധ്യം, അവർക്ക് മുൻപേ നിന്നിരുന്ന മദർ ലൂയിസ്, അതിനു മുമ്പുണ്ടായിരുന്ന അവർ പിന്നീട് വന്ന മദർ ആൻസല, ഇവിടെയൊക്കെ നാമങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും ജീവിതം നൽകിയാണ്. ഈ ദൈവത്തിന്റെ ആ വലിയ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് സന്യസ്ത ജീവിതത്തിലൂടെ തങ്ങളുടെ ജീവിതം ഈ സ്കൂളിനായി സമർപ്പിച്ചതാണ്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭാവിക്കായി, വിദ്യാർത്ഥികൾക്ക് നല്ല ജീവിതം നൽകുവാനായി സമർപ്പിത ജീവിതത്തിലൂടെ അവർ തങ്ങളുടെ ജീവിതം കാഴ്ചവെച്ചവരാണ്. അവരുടെ മോഡൽസായ, അവരുടെ പ്രധാനിയായ ബഹുമാനപ്പെട്ട മദർജനന്റെ സാന്നിധ്യം ഈ സെന്റനറി സെന്ററൽ സെലിബ്രേഷന് ഇതിന് നാട് നൽകുന്നു. 150 വർഷം നമുക്ക് ലഭിച്ച ദൈവങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. വീണ്ടും ഈ കലാലയം കൊല്ലത്തിൽ വനിതകളുടെ ശാക്തീകരണത്തിന് ചുക്കാൻ പിടിക്കാൻ സർവശക്തനായ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ആരംഭിക്കുന്നു. ജനുവരി 8, 9, 10 തീയതികളിലെ വാർഷികാഘോഷങ്ങളുടെ വിളംബരം ദയവായി ശ്രദ്ധിക്കുക. പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കോമ്പൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ
ജോസഫ് ഹൈസ്കൂളിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ സെൻറ്റ് ജോസഫ് സ്കൂളിലെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൃഷ്ണാഞ്ജലിക്ക് മയിലിന് ദാഹിക്കുന്നു, വെള്ളം കൊടുക്കാൻ പോവുകയാണ്. അപ്പം മയിലിന് വെള്ളം കൊടുക്കാൻ സാധിച്ചു. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം എല്ലാവിധ ആശംസകളും സെൻറ്റ് ജോസഫ് സ്കൂളിന്. ഓക്കെ, ബൈ. കടന്നു വരുന്നത് കൊല്ലത്തിന്റെ സാംസ്കാരികത വിളിച്ചോതുന്ന കൊല്ലത്തിന്റെ അക്ഷരമുത്തശ്ശി 150 വർഷം പിന്നിടുന്ന സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിന്റെ 150ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വർണ്ണവിസ്മയം തീർക്കുന്ന പടുകൂറ്റൻ ഘോഷയാത്രയും റാലിയുമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ചരിത്രമുറങ്ങുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന സെന്റ് ജോസഫ് കോൺവെന്റ്, കൊല്ലത്തിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതിന്റെ 150ാം വർഷത്തിലേക്ക് ആയിരക്കണക്കിന് വിദ്യാസമ്പന്നർ സൃഷ്ടിച്ച സ്കൂൾ മുത്തശ്ശിക്ക് 150 വയസ്സ്. 150ാം വാർഷികാഘോഷങ്ങൾ വിളംബരം ചെയ്യുന്ന ഘോഷയാത്ര ഈ വഴിത്താരികളെ ധന്യമാക്കിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. ജനുവരി 8, 9, 10 തീയതികളിലെ വാർഷികാഘോഷങ്ങളുടെ വിളംബര ഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വിവിധ വർണ്ണങ്ങൾ അലങ്കരിച്ച ഭാരതത്തിന്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന വർണ്ണ പകിട്ടാർന്ന ഘോഷയാത്ര കൊല്ലം നഗര വീതികളെ പുളകിതരാക്കിക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരികയാണ്. നിശ്ചല ദൃശ്യങ്ങൾ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ്, PTA അംഗങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള നിരവധി പേരെ കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഈ സാംസ്കാരിക ഘോഷയാത്ര കൊല്ലം സെന്റ് ജോസഫ് ഗവൺമെന്റിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ വിളംബരമാണ്. കൊച്ചു കൂട്ടുകാരുടെ നയന മനോഹരമായ ചുവടുവയ്പ്പുകൾ, കരോട്ടെ, ARC, കേരളത്തിന് വിളിച്ചോതുന്ന കലാപ്രകടനങ്ങൾ, മുത്തുക്കുലകൾ, ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങി കായിക കലാപ്രകടനങ്ങൾ ഒന്നും ചണിനിരക്കുന്ന നയന വിസ്മയം തീർക്കുന്ന പടുകൂറ്റൻ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നാടിന്റെ സ്പന്ദനമായി മാറിയ സെന്റ് ജോസഫ് സ്കൂൾ അണിയിച്ചിരിക്കുന്ന വർണ്ണവിസ്മയമായ ഘോഷയാത്ര നാടിന്